കേൾക്കാമല്ലോ? ഓക്കെ ആണല്ലോ? കേൾക്കാം. ദൈവനാമത്തിന് പിന്നെയും മഹത്വം അർപ്പിക്കുന്നു. Once again, glory to the name of the Lord. ഇന്ന് രാത്രിയിലും വിവിധ ഇടങ്ങളിൽ ഈ പ്ലാറ്റ്ഫോമിൽ വചന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കലൂടെ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ഞാൻ അറിയിക്കുന്നു. Once again, greetings to all in the precious name of Lord and Savior Jesus Christ, to all those who are present from different parts and different places that we are in on this platform. ത്രിയേക ദൈവം എന്ന വിഷയത്തിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. The class that we've been studying about the triunity of God, we've come to the third class now. പ്രാരംഭ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ബൈബിളിലെ ദൈവം ഏക ദൈവമാണ് എന്നുള്ളതാണ്. So in the first class, we pondered upon that the God of the Bible is one God. എന്നാൽ ഏകം എന്ന് പറയുമ്പോൾ ആ ഏകത്വത്തിൽ ഒരു ബഹുത്വമുണ്ട് എന്നുള്ളതിനും നിരവധി തെളിവുകൾ ബൈബിളിലുണ്ട് എന്നുള്ളത് നാം കാണുകയുണ്ടായി. We also pondered upon when we say God is one, in that oneness of God there is plurality, and we looked into the scriptures for different portions which indicates the same. രണ്ടാമത്തെ ക്ലാസ്സിൽ അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത് ആ ബഹുത്വം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ മൂന്ന് വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. So last class, in regards to God and plurality, we looked into the God of Bible having three person, and that is a plurality. ആ മൂന്ന് വ്യക്തിത്വങ്ങൾ എന്ന് പറയുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തിത്വങ്ങളാണ്. So the plurality in the Godhead is God the Father, God the Son, and God the Holy Spirit. ഈ മൂന്ന് പേരുകൾ ചേർത്ത് പറഞ്ഞിട്ടുള്ള അനേക വേദഭാഗങ്ങൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിൽ ചിലതൊക്കെ നാം കഴിഞ്ഞ ദിവസം നോക്കുകയുണ്ടായി. So we happen to look into the portions of scripture where all the three names have been mentioned together in different parts. പ്രത്യേകിച്ച് പുതിയ നിയമത്തിലാണ് ആ മൂന്ന് പേരുകളും അങ്ങനെ തന്നെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. And we see that in the New Testament it is more evident, and that's where it is been mentioned, all the three names mentioned together. ഈ മൂന്ന് വ്യക്തിത്വങ്ങളെ പറഞ്ഞിരിക്കുന്ന വേദഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പേരുകളുടെ ക്രമം വ്യത്യസ്തങ്ങളായ നിലകളിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നും ബൈബിളിലെ ചില വാക്യങ്ങളിലൂടെ നാം കണ്ടു. We also pondered upon the fact when these three names are mentioned, they are not ordered in a specific manner at all places. The order changes in different places. ദൈവിക തൃത്വത്തിലെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഈ മൂന്നും തുല്യ നിലകളിൽ വ്യക്തിത്വവും ദൈവത്വവുമുള്ള മൂന്ന് ആളത്വങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We also pondered and understood that in the Godhead, the triune God, each of them are individually equal and are three different persons, but in essence one. ഈ മൂന്നിന്റെയും വ്യക്തിത്വത്തിൽ തുല്യതയുണ്ട്, ഈ മൂന്നിന്റെയും ദൈവത്വത്തിലും തുല്യതയുണ്ട്. There is equality in the personality of these three, or the persons as they are three, and in their divinity they are equal as well. അതുകൊണ്ട് ഇവ തമ്മിൽ പ്രത്യേകിച്ച് ഗ്രേഡിൽ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് സൂചിപ്പിച്ചു. I happen to make that point that they are not graded or have any hierarchy while they are presented. ഇത് മാനുഷികമായ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമുക്ക് തെളിയിക്കാനോ നമുക്ക് ഉൾക്കൊള്ളുവാനോ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. This is something that would be very difficult to be conceived in human minds through any illustrations or example in a worldly manner, or to be able to comprehend it to ourselves. കാരണം ഇത് വചനത്തിൽ മാത്രം വെളിപ്പെട്ടിട്ടുള്ള ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. ഇത് ദൈവത്വത്തോട് ബന്ധപ്പെട്ടുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. This is the reason for that is this is very much confided and been revealed in the scripture, and that is in relation to the triune God. ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് എത്ര പഠിച്ചാലും ഒരു പക്ഷേ ചില സംശയങ്ങൾ പിന്നെയും ശേഷിച്ചെന്ന് വരാം, അല്ലെങ്കിൽ മറ്റു ചിലർ ചോദിക്കുമ്പോൾ നമുക്ക് വേണ്ട നിലയിൽ അത്
മറുപടി പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ വന്നു എന്ന് വന്നേക്കാം. See, this study can be, no matter how much you do, you might still have certain questions which might be unanswered, and maybe somebody posing questions to you, you might not be able to satisfactorily give an answer to them. അതുകൊണ്ട് ഈ വിഷയം പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ഭാഗത്തോട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ചോദിക്കാനുള്ള സാവകാശമുണ്ട്. നമുക്കത് ക്ലിയർ ചെയ്തു പോകാം. അത് ക്ലാസ്സിന് ശേഷമോ അല്ലെങ്കിൽ മറ്റ് സന്ദർഭങ്ങളിൽ എന്നെ വിളിക്കുകയോ ചെയ്താൽ അതിനുള്ള സാവകാശമുണ്ട്. So I just want to also remind you that if you have any doubts in relation to what we are studying, you're always welcome to have those questions. We can have probably, during or after we have the study, or you can personally reach out to Uncle to get that query answered. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ഞാൻ ഉടൻ തന്നെ ലീവ് ചെയ്യും. അടുത്ത ദിവസങ്ങളിൽ അതിനുള്ള സമയം നമുക്ക് വേർതിരിക്കാം. അത് മാത്രമല്ല, ഈ ആഴ്ച കൂടെ ഞാൻ എൻ്റെ ശുശ്രൂഷയോട് ബന്ധപ്പെട്ട് പല പോകുന്ന പല സ്ഥലങ്ങളിലും റേഞ്ച് ഇല്ലാത്തതൊക്കെയാണ്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വിളിക്കാനുള്ള സാവകാശമുണ്ട് എന്നുള്ളതും ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. So humble request and consideration. Uncle is actually traveling now in regards to different ministries, and also tonight after the meeting he would need to go. So we can have those questions being answered or have a session of that nature probably from next week onwards. ഞാൻ ഇന്നും ഇടുക്കി ജില്ലയുടെ ഒരു ഭാഗത്താണ്. റേഞ്ച് കിട്ടുമോ എന്നുള്ള വളരെ ഭയത്തോടെയാണ് ഇരുന്നത്. ഏതായാലും ക്ലാസ് എടുക്കുന്നതിന് തടസ്സം കൂടാതെ ദൈവം അത് ക്രമീകരിച്ച് തന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം. Let's sit prayerfully. Uncle isn't part of it. He was concerned whether he will get a good connection, but by God's grace it's going on. Let's prayerfully sit and be able to be in front of his word. ഈ ത്രിയേക ദൈവത്തെ നാം സാധാരണ വിശേഷിപ്പിക്കുന്നതിൽ നമുക്ക് മനസ്സിലാകാൻ കുറച്ചുകൂടെ യോഗ്യമായ ഒരു വിശേഷണം ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കാം. So, to understand this triune God, I would like to mention a phrase or a word which will be easier for us to understand. മൂന്ന് വ്യക്തിത്വങ്ങൾ ചേർന്ന ഏക ദൈവം എന്ന് നാം പറയും. അത് തെറ്റല്ല. വചനാനുസരണം അത് ശരി തന്നെയാണ്. We say the Godhead is formed with three different persons, and three persons, not different, three persons. So it is not wrong scripturally. എന്നാൽ അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ബൈബിളിലെ ദൈവം ഏക ദൈവമാണ്. എന്നാൽ ആ ഏക ദൈവം മൂന്ന് വ്യക്തിത്വങ്ങളായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാകാനായിട്ട് എളുപ്പം. So let's put it this way for an easier understanding. The God of the Bible is one God who works in they are three persons, but they work or functionally do things differently. ആ മൂന്ന് വ്യക്തിത്വങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അവ തമ്മിൽ തുല്യരാണ്. ദൈവത്വത്തിന്റെ കാര്യത്തിൽ അവർ തമ്മിൽ തുല്യരാണ്. എന്നാൽ ശുശ്രൂഷയോട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ മൂന്ന് വ്യക്തികളിലെയും വ്യത്യാസങ്ങൾ കാണാൻ കഴിയുന്നത്. See, the three persons in the triune or the Godhead, they are equal in personality, they are equal in their divinity. The differences come in terms of the ministries that they do. പലപ്പോഴും നമ്മൾ മാനുഷികമായ ചില ബന്ധങ്ങളും മാനുഷികമായ ദൃഷ്ടാന്തങ്ങളും കൊണ്ട് ഇത് തെളിയിക്കാനായിട്ട് ശ്രമിച്ചാലാണ് നമുക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട് വരുന്നത്. Many a times to understand the triunity of God in human terms or human illustration is where we go wrong or where it becomes difficult. നമ്മൾ സാധാരണ ഇങ്ങനെ ചിന്തിക്കും, പിതാവ് പുത്രൻ. ഒരു പിതാവും പുത്രൻ എന്ന് പറയുമ്പോൾ മാനുഷികമായി തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. So when you try to understand in our human understanding, father and son, yes, two different persons, but we also understand they are different in all ways. ആ വ്യത്യാസം എന്ന് പറയുന്നത് ആ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ട പുത്രനാണ്. അതുകൊണ്ട് ആ പിതാവിന് ഒന്നാം സ്ഥാനം, പുത്രന് രണ്ടാം സ്ഥാനം എന്ന് നാം പറയുന്നതിൽ തെറ്റില്ല. So it is not wrong when we conceive this understanding in human perspective of father and son. The son is born of the father, so we say the father is the first and the son is second, and nothing wrong in understanding it in that way. എന്നാൽ ദൈവത്വത്തിലെ പിതാവ് പുത്രൻ എന്ന് പറയുന്നത് ആ പിതാവിൽ നിന്ന് ജനിപ്പിക്കപ്പെട്ടതുകൊണ്ട് പുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്നതല്ല. അതുകൊണ്ട്
ആ ഒരു വ്യത്യാസം നമുക്ക് അവിടെ കാണാനായിട്ട് സാധ്യമല്ല. So please understand, when we understand the triunity of God and when see God the Father and God the Son, it's not that the Son is born of the Father and that, and there is no difference in that manner in the triunity of God. അത് മാത്രമല്ല, കർത്താവ് പുത്രൻ എന്നുള്ള നിലയിൽ ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ മാത്രം പുത്രൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടതല്ല, നിത്യതയെ പുത്രൻ ഉള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെയാണ് ബൈബിൾ വെളിപ്പെടുത്തുന്നത്. We also understand the sonship of Lord Jesus Christ is not been attributed to him in his incarnation only, but that has been a title to him from eternity. പിതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യഹോവയായ ദൈവം, പിതാവായ ദൈവം എന്നുള്ള നിലയിൽ നാം മനസ്സിലാക്കുന്നു. So normally what comes to our mind is, when you say God the Father, Jehovah the Father is attributed to be God the Father. പുത്രൻ എന്ന് പറയുമ്പോൾ ജഡത്തിൽ വെളിപ്പെട്ട യേശു ക്രിസ്തുവിനെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. So when we say Lord Jesus Christ, we look at the incarnated form of our Lord and that comes to our mind. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ആ പുത്രൻ എന്നുള്ള വ്യക്തിത്വത്തെ ഒരു ഫിഗറായിട്ട്, ഒരു രൂപമായിട്ട് മനസ്സിലേക്ക് വരുന്നു. So what comes to our mind is when we look or when we talk about Lord Jesus Christ, it is the bodily form in which he is that comes to our mind. എന്നാൽ ദൈവത്വത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ദൈവം ആത്മാവാണ്. ദൈവം പ്രത്യേകമായ ഒരു രൂപത്തിൽ വസിക്കുന്നവനല്ല. ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ജഡം എടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. We also understand in regards to God, God is not of any form. He is spirit. It is right that during the necessity of time, he has taken the form of the human flesh or the form of a human body. അപ്പോൾ പിതാവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക രൂപത്തോട് ബന്ധപ്പെടുത്തിയല്ല നാം ചിന്തിക്കേണ്ടുന്നത്. അത് ഒരു വ്യക്തിത്വം എന്ന് മാത്രമാണ് അതിലൂടെ നാം മനസ്സിലാക്കുന്നത്. So when we talk about God the Father, you cannot, attribute it to a bodily form. We need to understand that it is the Spirit, and that's all that we can, understand from it. അതുകൊണ്ട് പിതാവ് എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തെ നാം ആ നിലയിൽ മനസ്സിലാക്കുന്നു. തിരുവെഴുത്ത് ആ നിലയിൽ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. So when we talk about God the Father or Jehovah, we understand through the scriptures in that manner, and that's how it is revealed in the scriptures as well. എന്നാൽ നമ്മൾ ബൈബിള് വായിച്ചാൽ പുത്രനെയും പിതാവെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് തിരുവെഴുത്തിലൂടെ കാണാനായിട്ട് കഴിയും. So if you search through the scriptures, we see that the Son is being called as the Father, and that we can see very evidently. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശുവിന്റെ ജനനത്തെ കുറിച്ച്, അല്ലെ വരാൻ പോകുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനം നാം വായിക്കുന്നുണ്ട്. In Isaiah chapter 6, we see about the prophecy of the incarnation or the coming of the Lord Jesus Christ. നാം ഇങ്ങനെ വായിക്കുന്നത്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യ പിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. So we see in Isaiah chapter 9 and verse 6, for unto us a child is born, unto us a son is given, and the government will be upon his shoulder, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, Prince of Peace. എവർലാസ്റ്റിംഗ് ഫാദർ, നിത്യ പിതാവ് എന്ന് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുത്രനെയാണ്, യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. Here the everlasting Father is being attributed to Lord Jesus Christ, or the coming of incarnated form of Lord Jesus Christ. അപ്പൊ ഈ മൂന്ന് വ്യക്തിത്വങ്ങളും ചേർന്ന ഏകദൈവം അല്ലെങ്കിൽ ഏകദൈവത്വത്തിലെ മൂന്ന് വ്യക്തിത്വങ്ങൾ നാം പഠിക്കുമ്പോൾ ആ മൂന്നിന്റെയും വ്യക്തിത്വത്തെക്കുറിച്ചും ദൈവത്വത്തെക്കുറിച്ചും നാം തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. It is important that we understand that the oneness of God has got three personalities in that sense to them, and these three personalities form together as to be one triune God. It's important for us to scripturally understand their divinity and personality in the scriptures itself. മാനുഷികമായ ദൃഷ്ടാന്തങ്ങൾക്ക് പരിമിതിയുണ്ട്. അതുകൊണ്ട് ഈ ആത്മീയ യാഥാർത്ഥ്യത്തെ ഉള്ള അർത്ഥത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല എന്നെനിക്കറിയാം.
So, as I told you, we are limited in terms of giving our human illustrations to understand this triunity of God, but we'll try to do that within the scriptures itself. പക്ഷെ പരിമിതി ഉണ്ടെങ്കിലും ഞാൻ ഒരു ചെറിയ ദൃഷ്ടാന്തം ഈ ബന്ധത്തെ ഒന്ന് വ്യക്തമാക്കാനായിട്ട് സൂചിപ്പിക്കാം. Although there is limitation, I would like to use this one example or illustrations to understand this relationship between the triunity of God. ഇപ്പൊ ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങളുടെ മുൻപാകെ അല്ലെങ്കിൽ നിങ്ങളുടെ സഭയില് ക്ലാസ് എടുക്കുന്നത് എന്റെ പേര് സജീവ് വർഗീസ് എന്നാണ്. So today on this platform, Uncle is taking this class today, and his name is Sajeev Varghese. എന്റെ പേര് സജീവ് വർഗീസ്. സജീവ് എന്ന ഒരു വ്യക്തി, ഏക വ്യക്തി എന്ന് നമുക്ക് പറയാം. So we can say Sajeev as a person, and he's one person. എന്നാൽ എന്റെ റെസ്പോൺസിബിലിറ്റികളോട് ബന്ധപ്പെട്ട്, എന്റെ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് 3 വ്യക്തിത്വങ്ങളായി എന്നെ കാണാനായിട്ട് കഴിയും. So in regards to Uncle's responsibilities and his duties and fulfillment, you can see him in 3 different roles. ഞാന് ഒരു 3 മക്കളുടെ പിതാവ്. അതുകൊണ്ട് പിതാവ് എന്ന് എന്നെ വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. എന്നിൽ പിതൃത്വമുണ്ട്. So Uncle is fathering 3 children. So, in him there is that fatherhood, and you can call him or address him as a father. അതേ സമയത്ത് എന്റെ പേരൻസിന്റെ മുൻപിൽ ഞാൻ അവരുടെ പുത്രനാണ്, അവരുടെ മകനാണ്. അതുകൊണ്ട് ആ സൺഷിപ്പ് എന്ന വ്യക്തിത്വവും എന്നിലുണ്ട്. So in regards to Uncle's parents, he is their son, and in him resides that sonship. So you can call him to be the son of his parents. എന്നാൽ ഞാൻ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ എവിടെ പഠിപ്പിക്കുന്നു അവരുടെ മുൻപാകെ ഒരു ടീച്ചർ എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ ആ ഒരു പ്രത്യേക വ്യക്തിത്വവും എന്നിലുണ്ട്. So wherever Uncle is doing the ministry of teaching the word of God, he can be attributed as being a teacher there, and that is again that personality. ഈ 3 വ്യക്തിത്വങ്ങളും എന്നിലുണ്ട്. പക്ഷേ ഞാൻ അല്ലെ സജീവ് എന്ന ഒരു ഏക വ്യക്തിയാണ് ഈ 3 ആളത്വങ്ങളിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നത്. So Sajeev as a person is only one, but in the different capacity of his doing, you find him to do these 3 different roles or responsibilities. ഓരോ സ്ഥാനത്തും എന്റെ ശുശ്രൂഷകൾ വ്യത്യസ്തമാണ്. ആ നിലയിൽ 3 വ്യക്തിത്വങ്ങളുണ്ട്. അതുകൊണ്ട് 3 അല്ല 1, ഒരാളാണ് ഈ 3 വ്യക്തിത്വങ്ങളായി നിലനിൽക്കുന്നതും വ്യത്യസ്ത ശുശ്രൂഷകൾ ചെയ്യുന്നതും. See, the responsibilities in 3 different places are different, but is he 3 different people? No, he is just one person, but performing all the roles and different responsibilities in each of its capacities. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചത്. ഈ 3 വ്യക്തിത്വങ്ങൾ തമ്മിൽ മറ്റു വ്യത്യാസങ്ങളൊന്നുമില്ല, ഒന്നാണ്. എന്നാൽ ശുശ്രൂഷയുടെ കാര്യത്തിൽ വ്യത്യാസങ്ങളുണ്ട്. So as I told you, these 3 in the triune, the Godhead in the triunity has got different responsibility. Otherwise, they are a same essence. ഏക ദൈവം പിതാവ് എന്നുള്ള നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, പുത്രൻ എന്നുള്ള നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിൽ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഇത് 3 വ്യത്യസ്തമാണ്. So, in the triune God, as a responsibility to be done as God the Father is different to the responsibility as God the Son, and it is again different to the responsibility as God the Holy Spirit. ആ നിലയിൽ ഇത് 3 വ്യക്തിത്വങ്ങളാണ്. എന്നാൽ 3 അല്ല, ഒന്നാണ്. അതാണ് ഒരു മർമ്മം. അതാണ് ഈ ദൈവിക തൃത്വത്തിലെ ഒരു പ്രധാന ആശയം എന്ന് പറയുന്നത്. This is the crux or nutshell. The differences lies in the responsibilities that this triune God do, but they are essentially one. ഇത് 3 കൂടെ ഒന്ന്. ആ ഒരു ദൈവമാണ് ബൈബിളിൽ വെളിപ്പെടുത്തുന്ന ഏക ദൈവം. All these 3 form together the Godhead, and that is the Bible revealing the triunity or the triune God. ഇനി നമുക്ക് ഈ 3 വ്യക്തിത്വങ്ങളെയും തുടർന്നൊന്ന് ചിന്തിക്കാം. ഓരോന്നിലും പൂർണ്ണ ആളത്വമുണ്ട്, ഓരോന്നിലും പൂർണ്ണ വ്യക്തിത്വമുണ്ട്. So, we are going to പൂർണ്ണ ദൈവത്വമുണ്ട്.
So we're going to look into each of these three persons in the scriptures who are having complete personality and complete divinity in them. ഇന്ന് ഞാൻ തുടർന്ന് അല്പസമയം അതിൽ പരിശുദ്ധാത്മാവിന് ആളത്വവും ദൈവത്വവും ഉണ്ട് എന്നുള്ളതാണ് ചില വാക്യങ്ങളിലൂടെ ഒന്ന് സൂചിപ്പിക്കാൻ പോകുന്നത്. So we're going to try and understand about the Holy Spirit, about him having his personality and his divinity. സാധാരണ പിതാവ് ദൈവം, പുത്രൻ ദൈവം എന്നൊക്കെ സമ്മതിക്കുന്ന ചിലര് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അത് അത്ര തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. See, many of the people would accept God the Father as being God, God the Son as being God, but they have slight hesitation in accepting Holy Spirit as the Godhead. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചിലരൊക്കെ പറയുന്നതും പഠിപ്പിക്കുന്നതും ഇങ്ങനെയാണ്: ദൈവത്വത്തിൽ നിന്ന് മറ്റ് ദൈവിക പ്രവൃത്തികൾക്കായി പുറത്തേക്ക് വന്ന ഊർജമാണ്, ദ എക്സൈറ്റഡ് എനർജി ഓഫ് ഗോഡ് എന്നാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. So normally people try to say this, that he is the exerted power which is shown out of God. എന്നാൽ കേവലം ദൈവത്തിൽ നിന്ന് വന്ന ഒരു ശക്തി എന്നല്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. But about the Holy Spirit, we don't see that him just being a power from God which is exerted out. പരിശുദ്ധാത്മാവ് ദൈവമാണ്. Holy Spirit is God. നമുക്കറിയാം, ബൈബിളിൽ നാം നോക്കിയാൽ ആത്മാവ് എന്ന പദം പ്രധാനമായിട്ടും 3 നിലകളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. So spirit in the scriptures have been used in 3 different terms. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. Genesis chapter 1 and verse 2, from there on the mentioning of the Spirit is there. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് ദൈവാത്മാവിനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. And it says that the Spirit of God was hovering over the face of the waters. It is mentioned there. ബൈബിളിന്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴും വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലും ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. And there again in book of Revelation, the last book of the Bible, in chapter 22 and verse 17, there again it talks about the Spirit of God. വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു എന്നാണ് അവിടെ പറയുന്നത്. And it says the Spirit and the bride say, come. അപ്പൊ ഇവിടെ എല്ലാം ആത്മാവ് എന്ന് നാം വായിക്കുന്നത് ദൈവാത്മാവിനെ കുറിച്ചാ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാണ്. So all these 2 places which we saw where Spirit is mentioned, it is talking about the Holy Spirit. അങ്ങനെ ഉൽപ്പത്തി പുസ്തകം അല്ലെങ്കിൽ ബൈബിളിന്റെ ആദ്യത്തെ പേജ് മുതൽ ഒടുവിലത്തെ പേജ് വരെ ഇടയ്ക്ക് അനേക പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരാമർശനം നമുക്ക് ബൈബിളിൽ കാണാം. So right from the starting till the ending and throughout, you see the mentioning of the Holy Spirit throughout the scripture. അത് ദൈവാത്മാവിനെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ തന്നെ സൂചിപ്പിക്കുന്നു. And all of these indicate about the Holy Spirit. എന്നാൽ ആത്മാവ് എന്ന പദം മനുഷ്യനിലുള്ള ആത്മാവിനെ സൂചിപ്പിക്കാനും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. But spirit as a term is also used to denote as an entity in human beings itself. ദേഹം, ദേഹി, ആത്മാവ് എന്ന് പറയുന്ന മനുഷ്യനിലുള്ള ആത്മാവ് എന്ന ഘടകത്തെ സൂചിപ്പിക്കാനായിട്ട് ആത്മാവ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. Body, soul and spirit, and in that we say the spirit is been attributed to the human beings. അത് മാത്രമല്ല, ദുരാത്മാക്കളെ കുറിച്ച് പറയാനും ഈവിൽ സ്പിരിറ്റ്, ആ വാക്ക് സ്പിരിറ്റ് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. So even with regards to the evil spirit, again the term spirit is being used again there. അപ്പൊ ബൈബിളിൽ ആത്മാവ് എന്ന പദം കാണുന്നിടത്തെല്ലാം അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. So in the scriptures, wherever you find spirit being mentioned, it always is not attributed to the Holy Spirit. അത് ആ കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏത് ആത്മാവിനെ സൂചിപ്പിക്കുന്നു എന്ന്. And in that context in which it is written, need to understand that, and that will indicate about which spirit is it mentioned of. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് മാത്രമല്ല ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. See, to denote or to attribute Holy Spirit it's not only Holy Spirit as a term is being used. ആത്മാവെന്ന് മാത്രം ഉപയോഗിച്ചിട്ടുണ്ട്. There are places where it's only mentioned spirit. ദൈവാത്മാവ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്.
And the Spirit of God also is mentioned. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. And Spirit of Christ is also been mentioned. സത്യത്തിന്റെ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. Spirit of truth is also as a usage used. വിശുദ്ധിയുടെ ആത്മാവ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. And the Spirit of purity is also a term which is used. അങ്ങനെ പല നിലകളിൽ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. So throughout the scriptures, you see that the Holy Spirit is been attributed by those different main names as we mentioned. എന്നാൽ പുതിയ നിയമത്തിൽ അനേക പ്രാവശ്യം പരിശുദ്ധാത്മാവ് എന്ന വാക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും. But when you come to the New Testament, you see that we see specifically Holy Spirit as a term being used in different എന്നാൽ നമ്മൾ പഴയ നിയമം മുഴുവൻ വായിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവ് എന്ന വാക്ക് ആകെ 3 പ്രാവശ്യമേ നമുക്ക് കാണാനായിട്ട് കഴിയത്തുള്ളൂ. But if you search through the whole of the Old Testament, you will only find Holy Spirit as a term being used only thrice. മറ്റനേക ഭാഗങ്ങളിൽ മറ്റു പല പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. There are the mentioning of the Holy Spirit is there in different places in different terms. എന്നാൽ അങ്ങനെ തന്നെ നാം കാണുന്ന 3 ഭാഗങ്ങളെ പഴയ നിയമത്തിലുള്ളൂ. But as a term Holy Spirit, you only find that being used in the Old Testament only in 3 places. അതിലൊന്ന് 51-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യമാണ്. First of those places is Psalm 51 and verse 11. Psalm 51 verse 11. മറ്റൊന്ന് യെശയ്യാ പ്രവചനം 63-ാം അധ്യായത്തിലാണ്. The other portion is in Isaiah chapter 63. 10-ാം വാക്യത്തിലും 11-ാം വാക്യത്തിലും ആ ടേം അങ്ങനെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. That term is specifically used in verse 10 and 11 of Isaiah 63. ആ വാക്യങ്ങളിൽ നോട്ട് ചെയ്യുന്നവർ പിന്നെ അത് വായിച്ചു നോക്കിയാൽ മതി. So those who are taking the note, you can read it later on. 51-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം, Psalm 51 and verse 10. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 10-ാം വാക്യം, Isaiah chapter 63 and verse 10. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 11-ാം വാക്യം, and Isaiah 63:11 as well. അങ്ങനെ 3 ഭാഗത്തെ നമുക്ക് ആ വാക്ക് അങ്ങനെ തന്നെ പഴയ നിയമത്തിൽ കാണുന്നു. So these are the 3 places in which Holy Spirit as a term is used in the Old Testament. ഈ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ വെറും ഒരു ശക്തിയല്ല, വ്യക്തിത്വമുണ്ട് എന്നുള്ളതിന് നിരവധി ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ നിരവധി തെളിവുകൾ ബൈബിളിലുണ്ട്. There are different proofs or different evidences which prove that the Holy Spirit is not just or is not a power but is a person and has a personality. നാം പരിശുദ്ധാത്മാവിനോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറയുന്ന വളരെ കാര്യങ്ങൾ ബൈബിളിൽ പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. Specifically in the New Testament, we see many references which ask us as to how we need to respond to the Holy Spirit. അതിലൊന്നാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. In Ephesians chapter 4 and verse 30, it says that you should not grieve the Holy Spirit. എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത്? Why does it say that you should not grieve the Holy Spirit? യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 10-ാം വാക്യത്തിലും നമുക്ക് അങ്ങനെ കാണാൻ കഴിയും. In Isaiah chapter 63 and verse 10, we also see the same thing. എന്തുകൊണ്ടാ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്? Why does it say that you should not grieve? അപ്പൊ പരിശുദ്ധാത്മാവിനെതിരെ എന്തെങ്കിലും നാം ചെയ്താൽ പരിശുദ്ധാത്മാവിന് ദുഃഖിക്കാനായിട്ടുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ദുഃഖിപ്പിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. See, what we need to understand it when the scripture says that you should not grieve the Holy Spirit means that the Spirit of God has the ability or can be grieved. അതുപോലെയുള്ള വികാരങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട് എന്നുള്ളതിന് വേറെയും തെളിവുകൾ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. There are different other portions of scripture which denotes to say that the Spirit of God has got emotions. നമുക്കറിയാം, ഒരു വ്യക്തിത്വമില്ലാത്ത ഒന്നിന് ദുഃഖിക്കാനോ സന്തോഷിക്കാനോ ആ നിലയിലുള്ള വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ടുള്ള കഴിവില്ല.
So a thing, something which does not have a personality in themselves will not have the ability to showcase or demonstrate emotions. അപ്പൊ ഈ നിലയിലുള്ള വികാരങ്ങൾ പരിശുദ്ധാത്മാവിനുണ്ട് എന്ന് ബൈബിളിലൂടെ നാം കാണുന്നത് തന്നെ പരിശുദ്ധാത്മാവിന് വ്യക്തിത്വമുണ്ട് എന്നുള്ളത് തെളിയിക്കുക. So when the scriptures denote about attributes, or the emotions being displayed by the Spirit of God, it proves that the Spirit of God or the Holy Spirit has got a personality. ദൈവം സഭയ്ക്ക് നൽകിയിട്ടുള്ള കൃപാവരങ്ങളുടെ വിഭജനത്തെ കുറിച്ച് കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. We happen to look upon to the different spiritual gifts that has been given to the local church. റോമാലേഖനം 12-ാം അധ്യായത്തിലൂടെ പിതാവാണ് കൃപാവരങ്ങൾ തരുന്നത് എന്ന് കാണുന്നു. In Romans chapter 12, we see God the Father is giving away the Spirit. എഫേസ്യലേഖനം 4-ാം അധ്യായത്തിലൂടെ പുത്രനിലൂടെ നൽകപ്പെടുന്നു എന്ന് മനസ്സിലാക്കാം. Ephesians chapter 4, we see that it is through the Son, the spiritual gifts are being given. എന്നാൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവാണ് നൽകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. And in 1 Corinthians chapter 12, we see that the Holy Spirit is the one which gives away the spiritual gift. അതിൽ 1 കൊരിന്ത്യർ 12-ാം അധ്യായം 11-ാം വാക്യം ശ്രദ്ധേയമാണ്. And special mentioning of 1 Corinthians chapter 12 and verse 11. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നത്, ആത്മാവ് താൻ ഇച്ഛിക്കും പോലെ കൃപാവരങ്ങളെ നൽകുന്നു. So there we see distributing each one individually as he wills. As he wills, അഥവാ താൻ ഇച്ഛിക്കുന്നത് പോലെ. See, it says as he wills. ആരിച്ഛിക്കുന്നത് പോലെ? ആത്മാവ് ഇച്ഛിക്കുന്നത് പോലെ കൃപാവരം നൽകുന്നു. As to whose will? It is a will of the Spirit of God, and as per his will he is distributing the spiritual gifts. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിന് ആർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കണമെന്നുള്ളത് തീരുമാനിക്കാനുള്ള, അത് ഇച്ഛിക്കാനുള്ള കഴിവുണ്ട്. See, what it denotes to say is the Holy Spirit of God has the ability to decide and can will what needs to be distributed and to whom. അതുപോലെ എഫേസ്യലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ 17-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സ്പിരിറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയുന്നുണ്ട്. വിസ്ഡം ഉണ്ട്, ജ്ഞാനമുണ്ട് പരിശുദ്ധാത്മാവിന്. So if you go back to Ephesians chapter 1 and verse 11, it says the spirit of wisdom. That means the Holy Spirit has got wisdom in himself. ഇതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതൊക്കെ ഒരു വ്യക്തിയിലുള്ള പ്രത്യേകതകളാണ്. See what all these characters actually, or these attributes demonstrate. It says that Holy Spirit has has a personality and has got different attributes. അപ്പം ദൈവിക തൃത്വത്തിലെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് വ്യക്തിത്വത്തോടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന് വ്യക്തമാകുന്നു. So what is very clear through these portions that we understand is the Holy Spirit is a person with that personality and has got these attributes. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ച് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നമ്മൾ വായിച്ചാൽ അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് ധാരാളം തെളിവുകൾ നമുക്കുണ്ട്. So as we go through the scripture portion right from Genesis throughout, we see the different ministry that the Spirit of God is doing. We can then understand that it is a person and an individual completely. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ വായിച്ചാൽ, Gospel of John chapter 14, 15 and 16. അവിടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. There the Lord Jesus Christ is mentioning to the disciples about the different things that the Holy Spirit would do when it comes on. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഉപദേശിക്കും, നിങ്ങളെ വഴി നടത്തും, നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ഇങ്ങനെ ഒരു വ്യക്തി ചെയ്യുന്ന ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. See, where it says that the Holy Spirit will teach you, remind you, guide you. So it is all something a person would individually do. All these things are to be said to be done by the Spirit of God. അത് മാത്രമല്ല, നമ്മള് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുവാൻ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള സർവനാമം, പ്രൊനൗൺ, അത് ശ്രദ്ധിച്ചാലും ഈ ആശയം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
So wherever we look into the scriptures and we refer to the pronouns that has been used to attribute to the Holy Spirit, we can give that understanding that Holy Spirit is a person. നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ആ വാചകത്തിൽ വീണ്ടും എടുത്തു പറയണമെങ്കിൽ പേരെടുത്തു പറയത്തില്ല, പിന്നെ നമ്മൾ അവൻ എന്ന വാക്കായിരിക്കും ഉപയോഗിക്കുന്നത്. So normally, say for example, if you take a paragraph and if you give an introduction of that person, if the person has to be mentioned again, you don't take the name, you use a pronoun he or he or she, for example. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. Can we look into the pronoun which is being used for the Holy Spirit in the scriptures? നമ്മൾ ഒരുപക്ഷെ പറയുമ്പോൾ അറിയാതെ അത് എന്നുള്ള വാക്ക് ഇറ്റ് എന്ന പദം വന്നു പോകുന്നുണ്ട്. Many a times, unknowingly we use it to attribute it to the Holy Spirit. എന്നാൽ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കാൻ ഹി എന്ന സർവനാമമാണ് മുഴുവൻ ഭാഗത്തും ഉപയോഗിച്ചിട്ടുള്ളത്. But wherever you find it through the scripture, wherever a pronoun has to be given or attributed to the Holy Spirit, it is always he. അത് യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 15-ാം അധ്യായത്തില് 16-ാം അധ്യായത്തില് ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. And we see this being repeatedly being used in Gospel of John chapter 14, 15 and 16. നമ്മൾ 14-ാം അധ്യായം 16-ാം വാക്യം ഒന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം Gospel of John chapter 14 and verse 16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. In verse 16, 17 in English, it says, I will pray to the Father, he will give you another helper, that he may abide with you forever, the Spirit of truth, whom the world receives because it neither sees him nor knows him. But you will know him, and he dwells with you and will be in you. അവിടെയൊക്കെ ശ്രദ്ധിച്ച് ഹി അല്ലെങ്കിൽ ഹിം എന്ന ആ പ്രൊനൗൺ ആണ്, പേഴ്സണൽ പ്രൊനൗൺ ആണ്. തന്നെയല്ല, പേഴ്സണൽ മാസ്കുലിൻ പ്രൊനൗൺ തന്നെയാണ് പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിട്ടുള്ളത്. So here again we see, be the Holy Spirit being mentioned once, and then you see he or him as a pronoun, and it's a masculine pronoun which is being used for the Holy Spirit. അത് തിരുവഴുത്തിൽ ഉടനീളമുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങൾ വായിച്ചാൽ അനേക പ്രാവശ്യം ആ സർവനാമം നമുക്ക് കാണാം. See, this is throughout the scriptures, but specifically in Gospel of John 14, 15 and 16, you see the usage repeatedly. അതെന്താ സൂചിപ്പിക്കുന്നത്? What does it indicate? ഇപ്പൊ നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവിന് വികാരങ്ങളുണ്ട്, സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ താൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്നൊക്കെ നാം കാണുകയുണ്ടായി. So we happen to understand the Holy Spirit has emotions to him. He is able to decide, he can will, he can do the work like any other person does. അതുമാത്രമല്ല, പരിശുദ്ധാത്മാവിന് ഉപയോഗിച്ചിരിക്കുന്ന സർവനാമം തന്നെ പരിശുദ്ധാത്മാവിന്റെ വ്യക്തിത്വത്തെ തെളിയിക്കുന്ന സർവനാമമാണ്. And we also pondered upon this thought that the pronouns which has been used to attribute or mention about the Holy Spirit, it also denotes of him being a person. ആ നിലയിൽ പരിശുദ്ധാത്മാവ് കേവലം ഒരു ശക്തിയല്ല, വ്യക്തിയാണ് എന്ന് ബൈബിൾ തെളിയിക്കുന്നു. So in that way we can understand, and the scriptures proves that the Holy Spirit is not a power, but he is a person. അത് മാത്രമല്ല, ബൈബിൾ വ്യക്തമായിട്ട് ഈ പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നും തെളിയിക്കുന്നുണ്ട്. Not only this, the scripture also proves the Holy Spirit is God himself. നമുക്കറിയാം, ദൈവത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നിത്യത എന്ന് പറയുന്നത്. We understand an attribute of God is being eternal. നമ്മെ സംബന്ധിച്ചും ഒരുപക്ഷെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് നിത്യതയുണ്ട്, നിത്യജീവനുണ്ട് എന്ന് പറയാം. We as being children who are born again, we can say we have eternity.
പക്ഷെ നമ്മുടെ നിത്യത എന്ന് പറയുന്നത് മുൻപോട്ട് മാത്രമാ, ഫ്യൂച്ചറിൽ മാത്രമുള്ള നിത്യതയാണ് നമുക്കുള്ള നിത്യത. So eternity in terms of believers is only future. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ഭൂതകാല നിത്യതയുമുണ്ട്, ഭാവികാല നിത്യതയുമുണ്ട്. So in terms of God, God has got eternity past and eternity future. അതുകൊണ്ട് ദൈവത്തെ കുറിച്ച് ഇറ്റേണൽ ഗോഡ്, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവചനം 9:6 പറഞ്ഞതും ഫാദർ ഓഫ് ഇറ്റേണിറ്റി അല്ലെ, ഇറ്റേണൽ ഫാദർ എന്ന പദം നാം ഇവിടെ കാണുകയുണ്ടായി. In Isaiah chapter 9 and verse 6, we looked into as to how the Lord Jesus Christ has been mentioned as the eternal Father. അതേ നിലയിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചും എബ്രായർ 9:14 നാം വായിക്കുന്നുണ്ട്. In Hebrews chapter 9 and verse 14, we see the same usage being done for the Holy Spirit as well. അതൊന്ന് വായിക്കാം, എബ്രായർ 9:14. Hebrews chapter 9 and verse 14, and we read it. How much more shall the blood of Christ, who through the eternal Spirit offered himself without spot to God, cleanse your conscience from dead works to serve the living God. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തു. അപ്പം ഇറ്റേണൽ സ്പിരിറ്റ് എന്ന പദം നമുക്ക് അവിടെ കാണാൻ കഴിയും. There we find that usage or an attribute of God to the Spirit, and that denotes about eternal Spirit. അപ്പം പരിശുദ്ധാത്മാവ് ഇറ്റേണൽ ആണ്, നിത്യതയുണ്ട് എന്നുള്ളത് തന്റെ ദൈവത്വത്തിന്റെ ഒരു തെളിവ് തന്നെയാണ്. The proof of his divinity is what has been claimed here, that he has got that attribute of eternalness in him. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 1:35 Luke chapter 1 and verse 35. യേശുവിന്റെ ജനനത്തെ കുറിച്ച് ദൂതൻ പറയുന്ന വാക്കുകളാണ്. This is what is being mentioned by the angel about the Spirit, about the birth of the Lord Jesus Christ. മറിയയോട് പറയുന്ന വാക്കുകളാണ്. This is what the angel is speaking to Mary. Luke 1:35, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. And it says the Holy Spirit will come upon you, and the power of the highest will overshadow you. അപ്പം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നിനക്ക് ലഭിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പവർ ഓഫ് ദ ഹൈയസ്റ്റ്, അത്യുന്നതന്റെ ശക്തിയാണ്. So when the Holy Spirit comes on to you, the power that you receive, the power is of the highest, is what is said here. അപ്പൊ അതും അത്യുന്നതൻ അഥവാ ദൈവത്തിന്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ് വരുന്നതിലൂടെ ലഭിക്കുന്നത് എന്ന് പറയുന്നതും ആ പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു ആശയമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. What we can understand through this example is also this: the scripture is revealing or proving the divinity of God when it says when the Spirit of God comes on, the power of the highest is being received, that is of God, in the Spirit of God. അത് മാത്രമല്ല, സൃഷ്ടി എന്നുള്ള ആ കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ പങ്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. And we see the role of the Spirit of God in creation as well. യോബ് പറഞ്ഞത് കഴിഞ്ഞൊരു ദിവസം നാം ചിന്തിച്ചതാണ്, ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന്. And we looked this and in understanding in the context of Job, where he says the Spirit of God formed me or created me. അതും പരിശുദ്ധാത്മാവിന്റെ ദൈവത്വത്തിന്റെ ഒരു തെളിവ് തന്നെയാണ്. And even that is a proof or an indication of the divinity of the Holy Spirit. തന്നെയല്ല, പിതാവ് പൂർണ്ണ ദൈവം, പുത്രൻ പൂർണ്ണ ദൈവം. ആ പിതാവിനോടും പുത്രനോടും ചേർത്ത് തന്നെ പരിശുദ്ധാത്മാവിന്റെ പേര് അനേക പ്രാവശ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും അവരോട് ചേർത്ത് പറയുവാൻ കൊള്ളാവുന്ന അതേ നിലയിൽ പൂർണ്ണ ദൈവത്വമുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധാത്മാവ് എന്നതുകൊണ്ടാണ്. And it is because they are all attributed to the same divine God, and that's the reason why they are all been mentioned together. നമ്മൾ മത്തായി സുവിശേഷം 28-ാം ഗ്രേറ്റ് കമ്മീഷനിൽ അത് അങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്. And this is what we even see in the Great Commission of the last chapter of Gospel of Matthew. അതുപോലെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2 കൊരിന്ത്യർ 13 ഒടുവിലത്തെ ഭാഗത്തെ ബെനഡിക്ഷനിലും നമ്മൾ അത് തന്നെ വായിക്കുന്നുണ്ട്. And in the 2 Corinthians, the last chapter, even in the benediction, we see the same thing. അത് മാത്രമല്ല, നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ വായിച്ചാൽ,
Acts of the Apostles, chapter 5, when we read that, അനന്യാസിന്റെ സഫീറയുടെയും ആ സംഭവമാണ് നമ്മളവിടെ വായിക്കുന്നത്. there we see the instances or mentioning of Ananias and Sapphira. അവരുടെ വസ്തുവൊക്കെ വിറ്റിട്ട് അല്പം പിടിച്ചു വെച്ച് ബാക്കി അപ്പോസ്റ്റലന്മാരുടെ കൊടുത്തു. അവരൊരു വ്യാജം കാണിച്ചു എന്നവിടെ പറയുന്നുണ്ട്. There we see that they sold what they had, and they gave it to the apostles, and they actually was doing something against the Spirit of God. പത്രോസ് വന്നിട്ട് അനന്യാസിനോട് പറയുന്ന ഒരു കാര്യം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ കാണാം. What Peter is coming and saying to Ananias is what we read in Acts of the Apostles, chapter 5 and verse 3. അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ നീ തുനിഞ്ഞത് എന്ത് എന്ന് ചോദിക്കുന്നുണ്ട്. The question is asked by Peter is, Ananias, why has Satan filled your heart to lie to the Holy Spirit? അപ്പൊ പരിശുദ്ധാത്മാവിനോടാണ് അനന്യാസ് വ്യാജം കാണിച്ചത് എന്ന് പത്രോസ് അനന്യാസിനോട് പറയുക. Here is Peter saying to Ananias that the lie that you have done is done to the Holy Spirit. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വേറൊരു പ്രയോഗമാണ് കാണുന്നത്. But in the very next verse of chapter 5 of Acts of the Apostle, we see a different usage. ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്താ? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. The last part of that verse 4, it says, why you have lied not, you have not lied to men but to God. അപ്പം ഒരേ സമയത്ത് പത്രോസ് അനന്യാസിനോട് പറയുന്ന വാചകങ്ങളാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. See what Peter is saying to Ananias at the same time is what we read in verse 3 and verse 4. ആ സംഭവത്തെ ഇങ്ങനെ പറയുക, അനന്യാസെ, നീ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. And this is how he says, Peter is saying to Ananias, you have lied against the Holy Spirit. നീ ഓർക്കണം, നീ മനുഷ്യനോടല്ല വ്യാജം കാണിച്ചത്, ദൈവത്തോടാണ് കാണിച്ചത്. And you should remember, you have not lied against men but against God. അതിന്റെയും അർത്ഥം എന്താ? നമുക്ക് അവിടുന്ന് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്, ദൈവത്തോട് വ്യാജം കാണിച്ചത് എന്ന് പറയുമ്പോൾ ആ പരിശുദ്ധാത്മാവാണ് ദൈവമെന്ന് അവിടെ പത്രോസ് സൂചിപ്പിക്കുക. So what can we understand from this portion? When he says, you have lied against the Holy Spirit, and then he says you have lied against God. So we see as to how Peter is indicating as to how the Holy Spirit is God himself, and that's what we can understand from these two verses. നമ്മൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ യെശയ്യാവിന്റെ ദർശനത്തെ കുറിച്ച് വായിക്കുന്നുണ്ട്. In Isaiah chapter 6, we see the vision which Isaiah is able to see. അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് എന്ന് പറയുന്നുണ്ട്. And it says in verse 8 that I heard the voice of the Lord saying, whom shall I send and who will go for us? അപ്പം അടിയനെ അയക്കണമേ എന്ന് യെശയ്യാവ് പറയുന്നു. And then as I said, then I said, here am I, send me. അപ്പോൾ അവൻ അരുളി ചെയ്തത് ആര്? കർത്താവ് യെശയ്യാവിനോട് അരുളി ചെയ്തത്. Then he said, who is he? It is the Lord who says. അപ്പൊ കർത്താവ് യെശയ്യാവിനോട് അരുളി ചെയ്ത കാര്യങ്ങളാണ് 9 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്. So whatever the speaking that the Lord did to Isaiah is what you see from verses 9 onwards. അപ്പൊ അവിടെ കർത്താവാണ് യെശയ്യാവിനോട് ആ കാര്യങ്ങൾ അരുളി ചെയ്തത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. So there we see very specifically it is the Lord who speaks to Isaiah there. എന്നാൽ ഇതേ കാര്യം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. And the same thing is being quoted in the book of Acts of the Apostles. അപ്പോസ്തലപ്രവൃത്തികൾ 28-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. Acts of the Apostles chapter 28 and verse 25 onwards. അത് പറഞ്ഞു വന്നിട്ട് അതിന്റെ ഒടുവിൽ പറയുകയാണ്, എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നു. And in the end, the latter part which says that this is what the Spirit of God, the Holy Spirit of God has spoken to your fathers. കർത്താവ് യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം പുതിയ നിയമത്തിൽ പറയുമ്പോൾ പറയുന്നത് പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകനോട് പറഞ്ഞു എന്നാണ്. See, the same instance which is quoted from the Old Testament, and where it says it's the Lord who is speaking, being quoted in the New Testament, it says it is the Holy Spirit of God who spoke to your fathers.
അത് ദൈവം സംസാരിച്ചു എന്നുള്ള ആ ആശയത്തെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുമ്പോൾ കർത്താവ് അരുളി ചെയ്തെന്നും പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു എന്നും പറഞ്ഞിരിക്കുക. The same thing which when it was being told in the Old Testament is being said, being conveyed by the Lord, and when it comes to the New Testament it says it's been mentioned by the Holy Spirit. കർത്താവ് അരുളി ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവം അരുളി ചെയ്തു. When it says the Lord has said it, it means the God himself has said it. പരിശുദ്ധാത്മാവ് അരുളി ചെയ്തു എന്ന് പറഞ്ഞാലും ദൈവം അരുളി ചെയ്തു. And when it says the Spirit of God has said it, it again means God has said it. അപ്പൊ അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് ദൈവമാണ്. And there again it is getting proved that Holy Spirit is God himself. ഏക ദൈവത്തിലെ 3 വ്യക്തിത്വങ്ങളിൽ ഒന്നായ പരിശുദ്ധാത്മാവ് പൂർണ്ണ വ്യക്തിത്വമുള്ള പൂർണ്ണ ദൈവത്വമുള്ള ഒന്നാണ് എന്ന് ഇന്നത്തെ ഈ വാക്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. So what we could understood from all this scripture portions that we read through is in the triunity of God, the Holy Spirit of God is a complete person with complete divinity and God, personality, and the proofs that we read through or the portions that we read through proves them that. അത് പുത്രനോടുള്ള ബന്ധത്തിലും പിതാവിനോടുള്ള ബന്ധത്തിലും അങ്ങനെ തന്നെ ബൈബിൾ തെളിയിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അതിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. And this is the same thing being proven or mentioned in the scriptures, even for God the Father and God the Son. God willingly, will be able to go through those portions in the days to come ahead. ഇന്നത്തെ ക്ലാസ്സും ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. I'm closing the meeting here. May the name of the Lord be glorified.